ഗൈസ്, അപ്പൊ നമ്മള് ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മറ്റേ സർവൈവൽ സീരീസിന്റെ പാർട്ട് എപ്പിസോഡ് 2 ആയിട്ടാണ്. അപ്പൊ ഇന്ന് നമുക്ക് സമയമില്ല, നമുക്ക് പെട്ടെന്ന് നമുക്ക് ഒരു അയണാർമർ സെറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ഇന്നലെ കണ്ട വില്ലേജിലോട്ട് നമുക്കൊന്ന് പോയി നോക്കാം. അപ്പൊ ഇന്നലെ കണ്ടവർക്ക് നന്ദി. നിങ്ങൾ എപ്പിസോഡ് 1 കണ്ടില്ലെങ്കിൽ പോയി കാണുക. പിന്നെ എന്നും പറയാനുള്ള പോലെ അതിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പെട്ടെന്ന് നമ്മൾ ആ വില്ലേജിൽ എത്തുന്നതിന് മുമ്പ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ ലാഭം എന്തെങ്കിലും കുറച്ചൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. ഇവിടെ ഹേബയിലൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ ഫുഡിന് ഞാൻ കുറച്ച് പണിയില്ല. അപ്പോൾ ഹേബയിലൊക്കെ കുടിച്ചിട്ട് പിന്നെയും ബ്രെഡ് ഉണ്ടാക്കാം. തൽക്കാലം നമുക്ക് ഇവിടെ ആയിട്ട് വീട് ഉണ്ടാക്കാൻ നോക്കാം. കാരണം ഇവിടെ കുറച്ചും നല്ല വില്ലേജ് ആണിത്. അവിടെ നമ്മുടെ ഒരു ചെറി പ്ലോസം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു കേവിലായിട്ടാണ് ഈ വില്ലേജ് ഇരിക്കുന്നത്. നമുക്ക് ആദ്യം മേളിലെ വില്ലേജ് ഫുള്ള് അടിച്ചു പെറുക്കിയിട്ട് ഇങ്ങോട്ട് വരാം. അതല്ലേ നല്ലത്. കുറച്ച് ബ്ലോക്ക് എടുത്ത് കുറച്ചുകൊണ്ട് പോവാം. നാല് ബ്ലോക്ക് വെച്ച് മേളിൽ കയറി പോവാണ് ഗൈസ്. അയ്യോ 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 അയ്യോ. അപ്പൊ വേണ്ട ഇവിടെ നമ്മളൊരു വീട് ഇതിനകത്ത് പെട്ടി ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ അതെ, പെട്ടിയുണ്ട് ഗൈസ്. പിന്നെ നമുക്ക് കുറച്ച് ബ്രെഡ് കിട്ടി. ബ്രെഡും പിന്നെ നമുക്ക് പൊട്ടറ്റോ കൃഷി ചെയ്യാം, ഉപയോഗിക്കാം. പൊട്ടറ്റോയും കിട്ടി. നമുക്കൊരു ക്യാരറ്റും കൂടെ കിട്ടി. അതും കൂടെ കൃഷി ചെയ്ത് പിന്നെ ബ്രെഡ് ഉണ്ടാക്കാനൊക്കെ എളുപ്പമായിരിക്കും. ഗൈസ്, ഇവിടെ ഒരു ബ്ലാക്ക് സ്മിത്തിന്റെ വീട് ഞാൻ കണ്ടു. അങ്ങോട്ട് പോകും. ഇതാണ് ബ്ലാക്ക് സ്മിത്ത് തന്നെ. അപ്പൊ ബ്ലാക്ക് സ്മിത്തിന്റെ വീട്ടിൽ കയറി നമുക്ക് രണ്ട് പെട്ടിയും ഗൈസ്, അയൺ ആർമർ ആകൂ എന്ന് പറഞ്ഞാൽ ആകും. ഇന്നലെ അയൺ പിക്കേക്സ് ഉണ്ടാക്കുന്ന കാര്യമായി. നമുക്ക് വേണ്ട ഒരു അയൺ പിക്കേക്സും കിട്ടി. പിന്നെ ഒരു ഇതും കിട്ടി, ചെസ്റ്റ് പ്ലേറ്റ് ഒരു ബൂട്ടും ഉണ്ട് നമ്മുടെ ഇനിയും കാര്യങ്ങൾ വേണം നമുക്ക്. അവിടെ നല്ലൊരു മല കാണുന്നുണ്ട്. അതിന്റെ മേളിലൊക്കെ വീട് വെച്ച് അടിപൊളിയായിരിക്കും ഗൈസ്. പിന്നെ ഇപ്പൊ ഈ ചെറി പ്രോസസിനോട് വലിയ താല്പര്യമില്ല. പിന്നെ അങ്ങോട്ട് പോകുന്നില്ലേ. ഇന്ന് വീട് വെക്കാൻ പറ്റും തോന്നുന്നില്ല ഗൈസ്. നമുക്ക് ഫുള്ളും അയണാർ കളയേണ്ട. ഇവിടെ തായംകുളം ഉണ്ട്. ഇവിടെ ഇതിനകത്തൊന്നും ഇല്ലെന്ന് തോന്നുന്നു. നമുക്ക് ഇങ്ങനെ താഴെ ചാടി ഏതാണ്ട് ഈ കേവിൽ പോയി നമുക്ക് മൈൻഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം എന്തെങ്കിലുമൊക്കെ. അതാണ്ട് ഈ ഇരട്ട മറ്റേ സാധനം ഇരട്ടക്കാസ്റ്റിലുണ്ട്. ഇരട്ടക്കാസ്റ്റ് ബ്രൂയിങ് സ്റ്റാൻഡ് ഇരിക്കുന്ന മറ്റേ വീടില്ലേ ഗൈസ്, അത് 2 എണ്ണമായിട്ട് ഓണായി. ഞാൻ പറഞ്ഞില്ല, ഇത് അടിപൊളി ഒരു സീലാണ്. അതുകൊണ്ട് ഇവിടെ ഹേബേൽ ഇരിക്കുന്നത്. ഹേബേൽ ഇപ്പൊ വേണ്ട, എടുത്തെടുത്ത് മടുപ്പ് കഴിച്ച്. ഇവിടെ നമുക്കൊരു സാധനം അടിച്ചു മാറ്റാറുണ്ട്. ഇതെടുക്കാൻ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരും. ഒരു ബ്ലേസ് റോഡ് ഇട്ട് ഉണ്ടാക്കുന്നില്ല എന്തായാലും. ഓക്കെ, ഈ വീട്ടിനകത്ത് വില്ലേജസ് ഒക്കെ എങ്ങനെ കയറും? മരം പുറക്കുന്നു. ഗൈസ്, എമറാൾഡ് കിട്ടി. നമുക്ക് 3 എമറാൾഡും കിട്ടി. പിന്നെ പൊട്ടറ്റോ ആപ്പിളും കിട്ടി. സാപ്ലിങ് മാത്രം നമ്മൾ എടുക്കുന്നില്ല. സാപ്ലിങ് എന്തിനാ? നമുക്ക് പിന്നെ സ്പ്രൂസ് ഒക്കെ അടിപൊളിയായിരിക്കും. എല്ലാം അടിപൊളിയാണ് ഗൈസ്. തീയേണ്ട ഗൈസ്, വേണ്ട എൻട്രൻസ് ഒക്കെ കണ്ടു ഗൈസ്. വിഷയമില്ല ഗൈസ്. ഇതിനകത്തൊരു വീടുണ്ട്, ഇതിനകത്തൊന്നും ഇല്ല. ക്യാറ്റില്ലേ പിന്നെ ഇത് നോക്കുന്ന എന്തെങ്കിലും സ്കോർ മാത്രമേ ഞാൻ കണ്ടു ഗൈസ്. അതില്ല ഗൈസ്. നമുക്ക് താഴോട്ട് ഇറങ്ങിക്കാം. എന്നിട്ട് വില്ലേജിന്റെ ഗ്യാസ് ക്രീപ്പർ ഉണ്ട്. ഞാൻ കണ്ട് ക്രീപ്പറിനെ അതിനെ കുറിച്ച് എത്തിച്ചാൽ ക്രീപ്പറിനെ കൂടെ അതിനെ അടിക്കും. അതിനെ കുറിച്ച് ഒഴിയില്ലെന്ന് തോന്നുന്നു. അതായത് അപ്പൊ നമുക്ക് സോമ്പി പോലെ ഇതിനെ കുറച്ച് അതിനെ കൊണ്ടിരിക്കും. അതെങ്കിൽ എടുക്കാം. അവിടെ ഇരിക്കുന്നത് എടുക്കാം. ചെറുതുണ്ടാവും. നിങ്ങൾ കൊടുക്കണം. രാത്രി ബെഡുണ്ടാവും. രാവിലെ ചിലപ്പോൾ നമ്മൾ സ്ട്രിങ് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അവിടെ ആയിരിക്കും നയനാറാകുമെന്ന് പറഞ്ഞാൽ അവർ കേസ് കാരണം കിട്ടുന്ന അതിനൊക്കെ വെച്ച് നമ്മൾ തട്ടിക്കാം. ശരി, നോക്കി ഇങ്ങനെ വയനാട് പെട്ടെന്ന് കൊടുത്തില്ല. രാത്രി അതിനകത്ത് ഫോണാവുമായിരിക്കും. ഞാൻ പെട്ടെന്ന് ഫോണായിരുന്നു. അതിൽ ബ്ലോക്ക് വെച്ച് കയറി എങ്ങനെ അങ്ങനെ കൊടുക്കുന്നത് ഷിയൊക്കെ കൊണ്ട് നടക്കുന്നത് നമ്മുടെ ഇത് എമർജി പോലെ നമുക്ക് കാണാം.
കറക്റ്റ് പറയാൻ ഇഷ്ടമായിട്ട് അയ്യോ അതെ സ്വന്തം വളർത്തിയിട്ട് അങ്ങോട്ടാണെന്ന് ഞാൻ കാണുന്നത് ഇവിടെ അവിടെ കുറച്ച് എനിക്കുണ്ട് ഒരു ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ചട്ടത്തിൽ പോയ ലൈറ്റ് പോയി അതാണ് കാട്ടിലടി ഇപ്പൊ സൗണ്ട് വന്ന വീഡിയോ അയ്യോ ഇങ്ങോട്ടാണ് അതൊക്കെ കുറിച്ചാകുന്നതായിരുന്നു ഏഴൊക്കെ കാര്യമായി ഇത്ര കിട്ടി 21 കിട്ടി ഇത്ര മതി അത് തൽക്കാലം കാട്ടിനെ കുറിച്ച് സാധനം സെറ്റ് ചെയ്യാം ഇനി എന്ത് നമുക്ക് ഇതാണ് നമ്മുടെ ഫർണസ് ഉണ്ടാക്കി ആൻസർ ചെയ്യാം ഇത് ഫർണസ് ഉണ്ടാക്കിയതാണ് ഫർണസിനകത്ത് ഇങ്ങോട്ടും വരുന്നില്ല ഇങ്ങോട്ട് പോകുക അവിടെ വേണ്ടത് അത് ഞാൻ എടുത്തതാണ് വെള്ളം വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ സ്പൈനം വേണ്ട ഇതിനാണ് കൊണ്ടിരിക്കും നമുക്ക് അടുത്തടുത്തുള്ള ഇതുകൊണ്ടാക്കാം ഇതിൽ കൊണ്ടാക്കും അയ്യോ ഇതൊക്കെ വലിയ പാടാണ് ഇതൊക്കെ എളുപ്പമാണ് ആളുണ്ട് അതിന് അടുത്ത അടുത്തായിട്ട് അവിടെ മൂന്നെണ്ണം അങ്ങനെയുള്ളൂ മൂന്നെണ്ണം പറഞ്ഞാൽ മൂന്നെണ്ണം വേണ്ട ഞാൻ ഇവിടെ ഞാൻ വാട്ടുകൂട്ടിലുള്ള അങ്ങനെ എം എൽ സി വെച്ചിട്ട് എന്നാൽ എം എൽ സിയുടെ കുറിച്ചുണ്ട് അറിയാൻ തന്നെ കണ്ടില്ല ഞാനിപ്പോഴാണ് എന്നെ കുറിച്ച് എം എൽ സി എപ്പോഴാണ് പലതുണ്ട് എം എൽ സി പക്ഷേ എനിക്കറിയില്ല എന്നാലും നിങ്ങൾക്ക് അറിയേണ്ടി മതിയാണ് പഠിത്താൻ കിട്ടി അപ്പോൾ ഫസ്റ്റ് ഗോൾ നമ്മുടെ മൈക്രാഫ്റ്റിൽ സെക്കൻഡ് ആണ് സാധാരണ ഇപ്പം എല്ലാവരും അയണങ്ങളായിരിക്കും ചിലർ ഇപ്പം നമ്മുടെ മറ്റേ കോപ്പറാണെന്നില്ല അതിലോട്ട് ചിലർ ഷിഫ്റ്റ് ആക്കും സാധാരണ ഞാനൊരു അയണങ്ങളോട്ട് ഡയറക്റ്റ് ആണ് പോകുന്നത് ഇപ്പോഴാണ് കോപ്പർ അപ്ഡേറ്റ് വന്നിട്ട് ഇതൊക്കെ കോപ്പർ അപ്ഡേറ്റ് വന്നു ഞാൻ കോപ്പറാകുമ്പോൾ ഉണ്ടായി അയണം കോപ്പർ തന്നെ നല്ലത് നമുക്ക് ഓരോ ആണെന്ന് ഉണ്ടാക്കി ലെഗിൻസ് ഉണ്ടാക്കും നമുക്കൊരു ഹെൽമെറ്റ് ഒരു നമുക്ക് ബൂട്ട് ഉണ്ടാക്കണം ബൂട്ട് ബോട്ടിൻ്റെ ആണ് ഗോളിൻ്റെ കിലോമീറ്റർ പറയാൻ നമുക്ക് എന്തായാലും അങ്ങനെ ടൈമിൽ ഇപ്പം നമുക്ക് ആക്ഷൻ നമുക്കൊരു സ്റ്റോണിൽ നമ്മൾ അയൺ ചെയ്യാൻ ആവശ്യമില്ലാത്ത ഇനി നമുക്ക് അറ്റാൻ കൂടെ എടുത്ത് സോൺ ഉണ്ടാക്കി സാധനം ഉണ്ടാക്കി ഉണ്ടാക്കുന്നത് എല്ലാം ഉണ്ടാക്കി ശകലം ഉണ്ടാക്കണമെങ്കിൽ അറിയണമെന്നുണ്ട് എന്താ പറയുന്നത് സെലക്റ്റായി ശകലം വരാനാണല്ലോ ഓക്കെ കേസൊക്കെ നമുക്ക് ഇതെല്ലാം കൊട്ടില്ല നിങ്ങൾക്ക് ഉറങ്ങാം കാര്യത്തിന് ഇപ്പം സോണായില്ല നൈറ്റാണ് കേസ് വിളിച്ചത് സോണി ഈ സോണല്ലേ നമ്മൾ രണ്ടാമത്തെ നൈറ്റ് നമ്മുടെ ഈ വെയിറ്റ് സ്കിപ്പ് ആക്കിയിട്ടുണ്ട് രണ്ടാമത്തെ എനിക്ക് നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്താണെന്ന് വിചാരിക്കും എന്തായാലും മേലോട്ട് വരാം ആണാളായിട്ടുണ്ട് തൽക്കാലത്തേക്ക് ഇനി ഞാൻ അടുത്തൊരു പക്കം ജസ്റ്റ് വെള്ളം ഉണ്ടെങ്കിൽ കുറച്ച് മേലോട്ട് പോയിട്ട് ഇങ്ങോട്ട് കാണാൻ ഇങ്ങോട്ട് കാണാൻ പറ്റി പക്ഷേ ലൈഫ് പോയി അത് കുഴപ്പമില്ല ലൈഫൊക്കെ തിരിച്ചു വന്നു നിങ്ങളുടെ അടുത്ത മേലോട്ട് വന്നു ഇങ്ങോട്ട് വെച്ചുണ്ട് അവിടെ നമ്മുടെ മറ്റേ ഇതിൽ അങ്ങോട്ട് കൊണ്ടില്ല അതിൻ്റെ അങ്ങോട്ട് കൊണ്ട് അങ്ങോട്ട് കൊല്ലാതെ ആണോന്നായി ഈ വില്ലേജിൽ അങ്ങോട്ട് ഇനിയും കിടക്കുന്ന അഞ്ചാണ് അല്ലാതിരിക്കുന്നു അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു ഗോളായിട്ടുള്ള അയണാറോട് സെറ്റ് ആയിട്ടുണ്ട് ഇനി എന്താ വേണ്ടേ വെളിയിറങ്ങാൻ അടിപൊളി എൻട്രൻസ് ഒക്കെ ഉണ്ട് കൊണ്ട് കുഴപ്പമില്ല നമുക്ക് വീട് വെക്കാൻ ഒരു ഏരിയ കണ്ടുപിടിക്കണം കേസ് ഇവിടെ കുറെ വില്ലേജസ് അല്ല മറ്റേ വില്ലേജിനെക്കാളും കൂടുതൽ വില്ലേജസ് ഇവിടെ ഉണ്ട് അതുകൊണ്ട് വീട് വെക്കുമ്പോൾ ഒരു വില്ലേജിന്റെ അടുത്ത് വെക്കാനാണ് കാരണം അപ്പം വീടിന്റെ അടുത്ത് നമുക്ക് ബ്രീഡർ ഇതൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ എപ്പോഴും ലോഡായിട്ടിരിക്കുമല്ലോ അതാണ് ഞാൻ പറഞ്ഞത് നല്ലൊരു വീട് വെക്കണം അതിന് എനിക്കൊരു വീടിന്റെ ഇതിനെ ക്രിയേറ്റീവിൽ ഉണ്ടാക്കി നോക്കാം എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ഉണ്ടാക്കാം
അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് ആണെങ്കിലൊക്കെ തപ്പി പിടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മറ്റേ വീഡിയോസിന്റെ വ്യൂസ് ഒക്കെ ഞാൻ കണ്ടായിരുന്നു. അപ്പൊ വലിയ വ്യൂസ് ഒന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ നോക്കിയപ്പോ 5 ദിവസം അങ്ങനെ. അപ്പൊ നിങ്ങളെ മൈൻക്രാഫ്റ്റ് കൂട്ടുകാർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാവരോടും ഇരുന്ന് കാണാൻ പോയില്ല. വ്യൂസ് കിട്ടുമ്പോ എനിക്കൊരു സംതൃപ്തിയുണ്ട്. പുതിയ അടുത്ത വീഡിയോ ഇടാനുള്ള ഒരു മോട്ടിവേഷൻ ഈ വ്യൂസിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ എനിക്ക് ആ മോട്ടിവേഷൻ ഈ പ്രാവശ്യം കിട്ടിയില്ല. വ്യൂസ് കുറവ്. നമുക്ക് ആ മലയാളം ഉണ്ടാക്കിയല്ലോ ഈ വീഡിയോ. എന്താ പറയുന്നത്? ആ മല ഉണ്ടാക്കി. അത് ഈ മല ഉണ്ടായിരുന്നു. ഇതൊക്കെ മഞ്ജുമലയൊക്കെ ഉണ്ട്. വേണ്ട നമുക്ക് അവിടോട്ട് അവിടെ നമ്മുടെ മറ്റേ വില്ലേജ് ഉണ്ട്. ഇപ്പൊ ഒരു കാര്യം ചെയ്യും, നമുക്ക് ഈ മല തന്നെ ഉണ്ടാക്കാം. ഈ മല പോയാൽ ബേസ് സെറ്റ് ചെയ്യുമ്പോ അയ്യോ അതുകൊണ്ട് ഇപ്പൊ നമുക്ക് ഈ മലയില് തൽക്കാലം ടെന്റ് അടിക്കാം. ടെന്റ് അടിച്ചിട്ട് പിന്നെ നമുക്ക് ഇവിടെ വലിയൊരു മണിമാളിക പൊക്കി ഉയർത്താം. കേസ് ആദ്യം ബെഡും ഒക്കെ ആദ്യം ക്രാഫ്റ്റിംഗ് ടേബിള് നമ്മുടെ ഇത് പിന്നെ നമ്മുടെ ഫർണസ് ഇവിടെ നോക്കാം. ഫർണസ് അയൺ വെക്കണ്ടല്ലേ? ഇത് അത്യാവശ്യം അയൺ ഉള്ളതുകൊണ്ട് അയൺ വെക്കണ്ട. പിന്നെ നമുക്ക് വുഡ് വേണമല്ലേ? വുഡിയാണ് ഈ സീരിയലിൽ നമ്മൾ പെടാൻ പോകുന്നത്. കാരണം ഇവിടെ അടുത്തൊന്നും ഒരു ഫോറസ്റ്റ് ഇല്ല. അവിടെ സവാനയാണ്. കേസ് അവിടെ ഒരു ഫോറസ്റ്റ് ഇല്ല. എങ്ങനെയൊരു ഫോറസ്റ്റ് ഇല്ല കേസ്. വുഡിന് ഭയങ്കര ക്ഷാമം. ഇങ്ങോട്ടുണ്ടോ നോക്കാം കേസ് ഫോറസ്റ്റ് ആണ്. കാരണം ഇവിടെ ഒരു ഫോറസ്റ്റ് ഇല്ല. അപ്പൊ നമുക്ക് വുഡ് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. കേസ് നമ്മൾ പെട്ട് കേസ്. ഞാൻ പെട്ട് കേസ്. എന്താന്നറിയാം, നല്ലൊരു സീവൊക്കെ തന്നിട്ട് ഒരു ഫോറസ്റ്റ് മൈൻക്രാഫ്റ്റ് തന്നിട്ട് നമുക്ക് ഇവിടെ തൽക്കാലം ഇനി ചെറിയ ക്ലോസ് വീട് വെക്കേണ്ടി വരും. ഇത് നോക്കാം, നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ വീട് വെച്ചാ പോരെ. എങ്ങനെയെങ്കിലും അല്ല, വീട് വെച്ചാ പോരെ. അവിടെ ഡസ്റ്റ് ഇട്ടാലും വീടുണ്ട്. അതുകൊണ്ട് അവിടെ പോവാം. അവിടെ നിങ്ങക്ക് കാണാൻ അറിയത്തില്ല. കണ്ട അവിടെ ഒരു ഫോറസ്റ്റ് ഉണ്ട്. അവിടെ നടക്കണ്ടേ വലിയ മെനക്കേടാണ്. അയ്യോ സെൻട്രൽ ഡിസ്റ്റൻസ് ഫുള്ളി ഇട്ടിട്ട് പോലും വേറെ കാണുന്നില്ല. നമ്മൾ ഈ ഫുഡ് കിട്ടാൻ വന്നെന്ന് പറയുമ്പോ ഒരു ചെസ്റ്റ് വെക്കാനാണ്. അതെ, നമ്മുടെ കുറച്ച് ചവറുകളും പിന്നെ ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അതെല്ലാം കൂടെ ഒരു പെട്ടിക്കകത്ത് ആക്കിയിട്ട് ചത്താലും കുഴപ്പമില്ല. അയ്യോ ഇവിടെ പെട്ടി ഉണ്ടാക്കാം. രണ്ട് പെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. നോക്കില്ല, രണ്ടെണ്ണം ക്രാഫ്റ്റ് ചെയ്തു. ഫുഡിന്റെ ക്ഷാമൊന്നും നോക്കി. നമുക്ക് രണ്ടെണ്ണത്തിൽ രണ്ട് ഒബ്സിഡിയൻ ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ട്. എല്ലാം അതിനകത്തോട്ട് വെക്കാം. നമ്മുടെ ഇത്രയും സാധനങ്ങൾ മതി. കുറച്ച് ബ്ലോക്ക് കൊടുക്കട്ടെ. ഇത്ര മതി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം. ടാറ്റാ ബൈ.